എന്റെ ജീവിതത്തിൽ ഞാൻ കറക്റ്റ് പ്ലാനിങ്ങിലേ പോകുള്ളൂ. ഓക്കെ, അതായത് 2015 എനിക്ക് ഫുൾ A+ എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, ഞാൻ അത് അക്യൂർ ചെയ്തു. പിന്നെ ഈ പറയുന്ന കെമിക്കൽ എഞ്ചിനീയർ വേണമെന്ന് ഉണ്ടായിരുന്നു, അതിൽ ഞാൻ അക്യൂർ ചെയ്തു. അഡ്മിഷൻ ഫസ്റ്റിൽ തന്നെ എനിക്ക് കിട്ടി. ഡിസ്റ്റൻഷൻ വേണമെന്നുണ്ടായിരുന്നു, അതും എനിക്ക് കിട്ടി. BPCL ജോലി വേണമെന്നുണ്ടായിരുന്നു, അതും എനിക്ക് കിട്ടി. അവിടെ നിന്നും ഞാൻ ഇറങ്ങി. ഓക്കെ, അപ്പൊ ബിസിനസ്സുകാരനാവണമെന്നുണ്ടായിരുന്നു, ബിസിനസ്സും ഞാൻ തുടങ്ങി. ഓക്കെ, 20 പ്രൊജക്ട്, അതായത് യൂണിക്കായുള്ള 20 പ്രൊജക്ട് സമസ്ത പ്രപഞ്ചത്തിനും ആവശ്യമുള്ളതാണ്. ഓക്കെ, അതായത് ആ ഒരു 20 പ്രൊജക്ട് ഈ ഒരു ശരീരം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് ട്രേഡ് മാർക്കും കാര്യമൊന്നും എടുക്കേണ്ടി വരില്ല, കാരണം അത് പണ്ടത്തെ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യങ്ങള്, അതായത് രാജകീയമായ ജീവിതം എല്ലാവർക്കും കൊടുക്കുന്ന ഒരു കൺസെപ്റ്റ്. അതോടൊപ്പം അവസാനത്തെ എന്റെ പ്രയത്നം അതല്ലേ, അതായത് എന്റെ ജീവിതത്തിലെ സ്വപ്നം. ഓക്കെ, ഈ പറയുന്ന അൾട്രാ ലക്ഷറി ലൈഫ്, ഹെലികോപ്റ്റർ, ഈ പറയുന്ന പ്രൈവറ്റ് ജെറ്റ്, ഈ പറയുന്ന റോയൽ ലൈഫ്, ഇതെല്ലാം എനിക്ക് കിട്ടും. നോ വറി, അതൊന്നും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ അതല്ല, ലോകത്തിലെ എല്ലാവരുടെ പട്ടിണിയും അസുഖവും മാറണം. ഓക്കെ, അതാണ് ഞാൻ വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ എന്റെ ഒരു ജീവിത ലക്ഷ്യവും അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന 2030 അജണ്ട വന്നതും ആ ഒരു അതിന് നിമിത്തമായിരിക്കാം. ഓക്കെ, അതായത് അത് ഞാൻ ഇല്ലാതാക്കുമ്പോൾ ഈ പറയുന്ന സമസ്ത കാര്യങ്ങളും എന്റെ ഉള്ളം കയ്യിൽ വരും. അപ്പോൾ ഞാൻ ഈ സമസ്ത കാര്യങ്ങളും ഇല്ലാതാക്കാൻ എനിക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ശുദ്ധമായ കാര്യം തന്നെയാണ്. ഓക്കെ, അതായത് എന്റെ പദ്ധതികൾ ഞാൻ ഈ പറയുന്ന ജൂൺ 5 ആ പരിസ്ഥിതിയിൽ ഞാൻ പറഞ്ഞിരുന്നു, എത്രയും പെട്ടെന്ന് ഭൂമിയെ നമ്മൾ പഴയ പോലെ ആക്കിയില്ലെങ്കിൽ ഭൂമി നമ്മളിവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല. ഓക്കെ, അതായത് ഈ പറയുന്ന പ്രളയം വരാ, ഈ പറയുന്ന ഭൂകമ്പം വരാ, വോൾക്കാനോ വരാ, ഇതെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ജൂൺ 5 എന്റെ ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പൊ സമസ്ത പ്രപഞ്ചത്തിൽ ഈ പറയുന്ന വോൾക്കാനിക് ഇറപ്ഷൻ വന്നു, ഭൂകമ്പം വരുന്നു, സുനാമി വരുന്നു, ഫ്ലഡ് വരുന്നു, അല്ലേ, പണക്കാരനില്ല, പാവപ്പെട്ടവനില്ല, അല്ലെ, ഈ പറയുന്ന ജാതി വേർപാടില്ല, അല്ലെ, LDF ഇല്ല, UDF ഇല്ല, BJP ഇല്ല, എല്ലാവരും വെള്ളത്തിൽ മുങ്ങി. അതായത് ഈ പറയുന്ന പ്രകൃതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭൂമിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതൊരു ട്രാൻസിഷൻ പീരീഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസിഷൻ പീരീഡിൽ ഈ എന്താ പറയണ ചെറിയ ഉറുമ്പുകളാണ് മനുഷ്യർ. ഓക്കെ, അത് ഈ പറയുന്ന അംബാനി ആണെങ്കിലും അദാനി ആണെങ്കിലും പ്രധാനമന്ത്രി ആണെങ്കിൽ എല്ലാവരും 800 കോടി ജനങ്ങൾ, ഈ പറയുന്ന ജീവജാലങ്ങളെല്ലാം ഭൂമിനെ സംബന്ധിച്ച് വെറും മൺതരികളാണ്. ഓക്കെ, അപ്പൊ ഈ മൺതരികൾ ഇല്ലാതാക്കുന്ന സംഭവം നിസ്സാരമായിട്ട് ഭൂമിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഭൂമിയുടെ പവറും അതോടൊപ്പം തന്നെ സമസ്ത പ്രപഞ്ചത്തിന്റെ പവർ എന്ന് അറിയാതെ അഹങ്കാരം, ഞാൻ മനുഷ്യനല്ലേ എന്നുള്ള അഹങ്കാരം കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് ഈ പറയുന്ന ആൾക്കാർക്ക് ഈ കൺക്യൂർ ചെയ്യാൻ തോന്നുന്നത്. ഓക്കെ, ഈ പറയുന്ന യുദ്ധങ്ങളാണെങ്കിലും ഈ പറയുന്ന അതിർത്തികളാണെങ്കിലും അപ്പൊ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതായിക്കൊണ്ട് നമ്മൾ ഒന്നാവാൻ പോകുന്നു. അതായത് സമസ്ത പ്രപഞ്ചം ഒന്നാവാൻ പോകുന്നു. ഓക്കെ, ജീവജാലങ്ങളും എല്ലാം ഒന്നാവാൻ പോകുന്നു. ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കൺട്രോൾ ചെയ്തെങ്കിൽ അവൻ നമ്മളെ കൺട്രോൾ ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് സോൾ ഇന്റലിജൻസ് വേണം. അത് തലച്ചോറിന്റെ ഉള്ളിൽ ഉണ്ടാക്കണം ആൾക്കാരുടെ. ഓക്കെ, ഈ പറയുന്ന പുറത്തെ എല്ലാ ആൾക്കാരും സോഷ്യൽ മീഡിയ എല്ലാം വിട്ടു തുടങ്ങി. കാരണം അവിടെ അവർക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കുറെ ഫേക്ക് വീഡിയോസ്, അതോടൊപ്പം തന്നെ അവരുടെ ശരീരം കംപ്ലീറ്റ് നശിപ്പിക്കുന്ന കാര്യം എല്ലാവരും അറിഞ്ഞു. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിലെ വിട്ടികൾ പിന്നെ ഈ പറയുന്ന ശ്വാസം മുട്ടിയാലും ഇതുപോലെ റീൽസ്, മണ്ടത്തരമായിട്ടുള്ള റീൽസ് കണ്ടുകൊണ്ടിരിക്കും. സമയം, ജീവിതത്തിലെ എല്ലാവിധ അമൂല്യമായുള്ള സമയങ്ങളെല്ലാം ഈ വിഡ്ഢികളായിട്ടുള്ള വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ ഈ കൺസെപ്റ്റ് എല്ലാം മാറ്റണം. ഓക്കെ, അപ്പൊ ഇതെല്ലാം മാറ്റി സമസ്ത പ്രപഞ്ചത്തിനും ആ ഒരു ജ്ഞാനം, ഓക്കെ, അറിവ് കൊടുക്കുമ്പോഴേക്കും എല്ലാവരും ശുദ്ധമാകും. ഓക്കെ, ഈ പറയുന്ന എന്റെ കാട്ടിൽ നിന്നുകൊണ്ടാ പറയണം. ഓക്കെ, അപ്പൊ ഈ കാടെല്ലാം ഉടനെ തന്നെ സമസ്ത പ്രപഞ്ചവും ശുദ്ധമാക്കാനുള്ള കാടായി മാറുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവിധ പദ്ധതികൾ ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ എല്ലാവർക്കും സന്തോഷം, സമാധാനം, ആരോഗ്യം, ലോകത്തുള്ള എല്ലാവരുടെ പട്ടിണി അസുഖം മാറി സന്തോഷം മാത്രമായിരിക്കും. ഓക്കെ.